നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ CCTV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. പ്രധാന വാർത്തകളിലേക്ക്. മാനവകുലത്തിന്റെ പാപപരിഹാരത്തിനായി യേശുനാഥൻ പിറവിയെടുത്ത ക്രിസ്മസ് ദിനത്തെ വരവേൽക്കാൻ ലോകമൊരുങ്ങി. ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങൾ നടക്കും. നിയമങ്ങളും ചട്ടങ്ങളും കാട്ടി ഉദ്യോഗസ്ഥർ ജനങ്ങളെ ഭയപ്പെടുത്തരുതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. കരുതലും കൈത്താങ്ങും ചാവക്കാട് താലൂക്ക് തല അദാലത്ത് ഗുരുവായൂർ ടൗൺ ഹാളിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം താലൂക്ക് തല അദാലത്ത് വെള്ളിയാഴ്ച. ചാവക്കാട് മണത്തലയിൽ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ 25 കോഴികൾ ചത്തു. മണത്തല മണികണ്ഠൻ റോഡിൽ കൂർക്കപ്പറമ്പിൽ പ്രസാദിന്റെ വീട്ടിലെ വളർത്തു കോഴികളാണ് ചത്തത്. പുരസ്കാര നിറവിൽ കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ മികച്ച പ്രൈമറി പാലിയേറ്റീവ് യൂണിറ്റിനുള്ള പുരസ്കാരം കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് യൂണിറ്റിന് ലഭിച്ചു. വിശദമായ വാർത്തയിലേക്ക്. ആദ്യം ക്രിസ്മസ് വിശേഷം. മാനവകുലത്തിന്റെ പാപപരിഹാരത്തിനായി യേശുനാഥൻ പിറവിയെടുത്ത ക്രിസ്മസ് ദിനത്തെ വരവേൽക്കാൻ ലോകം ഒരുങ്ങിക്കഴിഞ്ഞു. ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങൾ നടക്കും. എങ്ങും വിളക്കുകൾ, അലങ്കാരങ്ങൾ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, ക്രിസ്മസ് ട്രീകൾ, തോരണങ്ങൾ, പുൽക്കൂട് തുടങ്ങി ആഘോഷങ്ങളുടെ വർണ്ണക്കാഴ്ച ഒരുക്കുന്ന തിരുപ്പിറവിക്കായി ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. വെറുമൊരു ആഘോഷത്തിനപ്പുറം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കൊണ്ടാടുന്ന ഒരു ആഘോഷമായി ക്രിസ്മസ് മാറിക്കഴിഞ്ഞു. നഗരത്തിലെ വ്യാപാര കേന്ദ്രങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ എന്നിവിടങ്ങളിൽ ക്രിസ്മസിനെ വരവേൽക്കാനായി ഒരുങ്ങി. രുചിയിലും നിറത്തിലും വ്യത്യസ്തതകളുമായി കേക്ക് വിപണിയും ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ സജീവമായിട്ടുണ്ട്. ബത്ലഹേമിലെ പുൽക്കൂട്ടിൽ ഉണ്ണിയേശു പിറന്നതിന്റെ ഓർമ്മ പുതുക്കി തിരുപ്പിറവി ശുശ്രൂഷകൾ പള്ളികളിൽ വൈകിട്ടു മുതൽ ആരംഭിച്ചു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം ലോകത്തിന് പകർന്നു നൽകിയ യേശുദേവന്റെ തിരുപ്പിറവിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ക്രിസ്മസ് ആഘോഷം. സ്നേഹത്തിന്റെയും ശാന്തിയുടെയും ആഘോഷത്തിന്റെയും നക്ഷത്രങ്ങൾ മാനത്ത് വിരിയുന്ന രാവിൽ ദൈവപുത്രനായ ക്രിസ്തുവിന്റെ തിരുപ്പിറവി ലളിതമായി ആഘോഷിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിൽ രക്ഷകനായി സ്വീകരിച്ച് ഓരോരുത്തരുടെയും ദിനം തോറുമുള്ള ആഘോഷമാക്കി ക്രിസ്മസ് മാറും എന്ന പ്രതിജ്ഞയോടെ ഈ വർഷത്തെ തിരുപ്പിറവിയെ എതിരേൽക്കാം. തൂക്കിയിട്ട വർണ്ണനക്ഷത്രങ്ങളും അലങ്കാര വിളക്കുകൾക്കും അപ്പുറത്ത് കാലിത്തൊഴുത്തിന്റെ ലാളിത്യമനുഭവിക്കാനും അത് പിന്തുടരാനും നമുക്കായില്ലെങ്കിൽ നമ്മുടെ പുൽക്കൂട്ടിൽ പിറക്കുന്ന ഉണ്ണിയേശു ജീവസുറ്റതാകില്ല. ബെത്ലഹേമിലെ ജനനം മുതൽ കാൽവരിയിലെ കുരിശുമരണം വരെ അവൻ നടന്നു നീങ്ങിയ എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും സ്വയാർപ്പണത്തിന്റെയും പാത പിൻചെല്ലാനുള്ളത് കൂടിയാണ് ഓരോ ക്രിസ്മസും. ന്യൂസ് ഡെസ്ക് CCTV. CCTV പ്രേക്ഷകർക്ക് ക്രൈസ്തവ വൈദിക ശ്രേഷ്ഠർ ക്രിസ്മസ് ആശംസകൾ നേർന്നു. സന്ദേശങ്ങളിലേക്ക്. ഒരിക്കൽ കൂടി ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ദിനങ്ങളിലേക്ക് നാം എത്തിയിരിക്കുന്നു. CCTVയുടെ എല്ലാ പ്രേക്ഷകർക്കും ആദ്യമേ ക്രിസ്തുമസ് നവവത്സര ആശംസകൾ നേരട്ടെ. ക്രിസ്മസ് ദിനങ്ങൾ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും, തണുപ്പ് കാലത്ത് സ്വർഗീയമായ ഊഷ്മളതയുടെയും ദിനങ്ങൾ എന്ന് എല്ലാ സംസ്കാരങ്ങളും ഒരുപോലെ പറയാറുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. മാലാഖമാർ പാടിയ ഈ പാട്ട് ഇന്ന് ക്രിസ്തുമസ് ദിനത്തിൽ ലോകത്തിന് മുഴുവൻ പുൽക്കൂട്ടിലെ ഉണ്ണിയേശു നൽകുന്ന സന്ദേശമാണ്. ഏവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറന്ന സുദിനമാണ് ക്രിസ്തുമസ്. ഇൻകാർണേഷൻ, which means that God became human in the form of Jesus Christ.
കന്യകയുടെ പുത്രനായി പരിശുദ്ധ അമ്മയുടെ അഥവാ മറിയമ്മന്റെ പുത്രനായി ഭൂമിയിൽ അവിടുന്ന് പിറക്കുകയാണ്. ക്രിസ്മസിന്റെയും നവവത്സരത്തിന്റെയും എല്ലാ മംഗളങ്ങളും നേരുന്നു. CCTV പ്രേക്ഷകർക്ക് എല്ലാവിധമായ മംഗളങ്ങളും നേരുന്നു. മറ്റു വാർത്തകളിലേക്ക്. നിയമങ്ങളും ചട്ടങ്ങളും കാട്ടി ഉദ്യോഗസ്ഥർ ജനങ്ങളെ ഭയപ്പെടുത്തരുതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. കരുതലും കൈത്താങ്ങും ചാവക്കാട് താലൂക്ക് തല അദാലത്ത് ഗുരുവായൂർ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങളെ സഹായിക്കാനുള്ള മാർഗരേഖകളാണ് നിയമങ്ങളും ചട്ടങ്ങളും. കഴിഞ്ഞ എത്ര വർഷക്കാലത്തിനിടയിൽ ഇന്ത്യ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ കേരളം പുതിയ പദ്ധതികളിലേക്ക് കടന്ന് അഭിമാനകരമായ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയും അതിദരിദ്രരില്ലാത്ത കേരളം പദ്ധതിയും രാജ്യത്തിന് മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു. ഇതുവരെ ഇന്ത്യ കണ്ടിട്ടില്ലാത്ത വിധം കേരളം പുതിയ പദ്ധതികളിലേക്ക് കടന്നു അഭിമാനകരമായ വിധത്തിലുള്ള മുന്നോട്ട് പോക്ക് നടത്തി വരികയാണ്. ദാരിദ്ര്യ വിമുക്ത കേരളവും മാലിന്യത്തിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന മാലിന്യമുക്ത നവകേരളവും ഈ രണ്ട് ആശയങ്ങൾ കൂടുതൽ പ്രസക്തിയോടെ കേരളം ഉയർത്തിപ്പിടിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ കേരളം എല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും വീടും നൽകാവുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷമുള്ള നാടാക്കി മാറ്റലാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. ഭവനരഹിതരും ഭൂരഹിതരും ഇല്ലാത്ത ഒരു കേരളം. കേരളത്തിലെ കാര്യത്തിൽ വലിയ പുരോഗതി ചെറിയ കാലം കൊണ്ട് നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, മുരളി പെരുന്നല്ലി MLA, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TV സുരേന്ദ്രൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ അടലരസൻ, ADM T മുരളി, സബ് കളക്ടർ അഖിൽ V മേനോൻ, അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ, ഡെപ്യൂട്ടി കളക്ടർ CT യമുനാദേവി തുടങ്ങിയവർ സംസാരിച്ചു. ഓൺലൈനായി ലഭിച്ച 253 പരാതികളിൽ 248 എണ്ണം പരിഗണിച്ചു. പുതുതായി 183 പരാതികളും ലഭിച്ചു. 13 പട്ടയങ്ങളും 20 റേഷൻ കാർഡുകളും അദാലത്തിൽ വിതരണം ചെയ്തു. CCTV ന്യൂസ്, ഗുരുവായൂർ. കുന്നംകുളം താലൂക്ക് തലത്തിലെ കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് 27-ാം തീയതി വെള്ളിയാഴ്ച കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. രാവിലെ 9:30 സാമൂഹിക നീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളാകും. MLA-മാരായ AC മൊയ്തീൻ, മുരളി പെരുന്നെല്ലി, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, നഗരസഭ അധ്യക്ഷർ, മറ്റു ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. ഭൂമി സംബന്ധമായ വിഷയങ്ങൾ, രേഖകൾ നൽകുന്നതിലെ കാലതാമസം, ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ടവ തുടങ്ങി 21ഓളം വിഷയങ്ങളാണ് അദാലത്തിലേക്ക് പരിഗണിക്കുന്നത്. ഓൺലൈനായും ഓഫ്ലൈനായും ഇതുവരെ അപേക്ഷ നൽകുവാൻ സാധിക്കാത്തവർക്ക് അന്നേ ദിവസം അപേക്ഷ നൽകുവാൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണെന്നും അധികൃതർ അറിയിച്ചു. ചാവക്കാട് മണത്തലയിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ 25 കോഴികൾ ചത്തു. മണികണ്ഠൻ റോഡിൽ കൂർക്കപ്പറമ്പിൽ പ്രസാദിന്റെ വീട്ടിലെ വളർത്തുകോഴികളാണ് ചത്തത്. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. നായ്ക്കളുടെ ശബ്ദം കേട്ട് വീട്ടുകാർ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നപ്പോഴാണ് 10ഓളം തെരുവുനായ്ക്കൾ കോഴികളെ ആക്രമിക്കുന്നത് കണ്ടത്. നായശല്യം പരിഹരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ബദൽ സംവിധാനം കാണാതെ സർവീസ് റോഡ് പൊളിച്ചിട്ടത് മന്ദലാകുന്ന് മേഖലയിലെ പ്രദേശവാസികൾക്ക് യാത്രാക്ലേശം സൃഷ്ടിക്കുന്നു. പ്രശ്നപരിഹാരത്തിനായി നടപടി വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഒപ്പിട്ട നിവേദനം അധികൃതർക്ക് കൈമാറി. NH66 സ്പീഡ് ട്രാക്കിലൂടെയാണ് നിലവിൽ ബസ്സുകൾ പോകുന്നത്. മന്നലാങ്കുന്ന് സെന്റർ വഴിയുള്ള നിലവിലെ ദേശീയപാതയിലൂടെ ബസ് സർവീസ് നിർത്തലാക്കി 4-വരിപ്പാതയിലൂടെയാണ് ഇപ്പോൾ ട്രിപ്പുകൾ നടത്തുന്നത്. ഇവിടങ്ങളിൽ സർവീസ് റോഡിൽ നിന്ന് 10 അടി ഉയരത്തിലാണ് അരികുഭിത്തി നിർമ്മിച്ചിട്ടുള്ളത്. താൽക്കാലികമായി വെച്ചിട്ടുള്ള കോണിയിലൂടെയും മണൽ നിറച്ച ചാക്കിന് മുകളിലൂടെയും മരത്തടികളിലുമെല്ലാം ചവിട്ടിക്കയറിയാണ് യാത്രക്കാർ ബസ്സുകളിൽ കയറുന്നത്. 4-വരിപ്പാതയിലെ ഡിവൈഡറുകളിലൂടെ ചാടിക്കടന്നാണ് സ്പീഡ് ട്രാക്ക് മറികടന്ന് ബസ് സ്റ്റോപ്പിൽ എത്തുന്നത്. ഇത് സ്ത്രീകളടക്കമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെയധികം ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. ദേശീയപാത 66 നിലവിലെ NH കൂടി സംഗമിക്കുന്ന മന്നലാങ്കുന്ന് തെക്കുഭാഗത്ത് അപകടകരമായ സ്ഥിതിയാണുള്ളത്. ഇരുഭാഗങ്ങളിലെയും സർവീസ് റോഡുകളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ പരസ്പരം കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതുമൂലം അപകടങ്ങൾ ഇവിടെ നിത്യസംഭവമാണ്. വാഹനാധിക്യമുള്ള തിരക്കുപിടിച്ച ദേശീയപാത 66 മറികടന്നു വേണം ഒരു സർവീസ് റോഡിൽ നിന്നും മറുവശത്തെ സർവീസ് റോഡിലേക്ക് പ്രവേശിക്കാൻ. ഇതിനാൽ ഇവിടെ അപകടങ്ങൾക്ക് വളരെ സാധ്യത കൂടുതലാണ്. താൽക്കാലികമായി വെച്ചിട്ടുള്ള ഡിവൈഡറുകളിൽ പുറത്തേക്കു തള്ളി നിൽക്കുന്ന കമ്പികളിൽ കാൽനടയാത്രക്കാരുടെ കാലുകൾ തട്ടി പരിക്കേൽക്കുന്നതും വാഹനങ്ങളുടെ ടയറുകൾ കേടാവുന്ന സ്ഥിതിയുമുണ്ട്.
ഇവിടെ തെരുവുവിളക്കുകളും പ്രകാശിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെട്ട് സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കി പ്രശ്നത്തിന് പരിഹാരം വരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒപ്പുശേഖരണം ഇവിടുത്തെ ഈ സർവീസ് നടത്തുന്ന ബസ് ഓണർമാർക്കും ബസ്സിൻ്റെ ജീവനക്കാർക്കും അതേപോലെ NH66 ഉദ്യോഗസ്ഥർക്കും ഒരു മെമ്മോറണ്ടം സമർപ്പിക്കുക. പഴയ NH10 തന്നെ റോഡ് മാറ്റണം, ബസ് സർവീസുകൾ മാറ്റണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇങ്ങനെ ഒരു മെമ്മോറണ്ടം ഇവിടെ നടത്തുന്നത്. വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, കുട്ടികൾ, സ്കൂളിൽ പോകുന്ന ഒരുപാട് ആളുകൾ വിഷമങ്ങൾ സഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ NH66 സർവീസ് റോഡിന്റെ പുനർനിർമ്മാണം നടക്കുകയും. CCTV ന്യൂസ് പുന്നീർകുളം. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. തമ്പുരാൻപടി ആലുക്കൽ നട വേണുഗോപാൽ മകൻ മാമ്പുഴ അനു എന്ന വിനീഷ് കുമാറാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. 10 ദിവസം മുമ്പാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തിയത്. അതിനുശേഷം ആരോഗ്യസ്ഥിതി വഷളായതോടെ അനുബന്ധ ചികിത്സയിലായിരുന്നു. ഇതിനിടെയാണ് അന്ത്യം. അദ്വൈത്, അനഘ എന്നിവർ മക്കളാണ്. പരേതയായ ഇന്ദിരയാണ് മാതാവ്. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. കടപ്പുറം പഞ്ചായത്തിലെ ഇരട്ടപ്പുഴ ഗവൺമെന്റ് LP സ്കൂളിന് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായി. നാടിന്റെ ദീർഘനാളായുള്ള ആവശ്യത്തിനാണ് ഇതോടെ അംഗീകാരമായത്. ഇരട്ടപ്പുഴ GLP സ്കൂൾ കെട്ടിട ഉദ്ഘാടനവും പുതിയ സ്കൂൾ ബ്ലോക്ക് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാലയത്തിലെ അധ്യാപകരോളം ഇടയ്ക്കുള്ളവരല്ല മറ്റു വിദ്യാലയങ്ങളിൽ ജോലി നോക്കുന്നുണ്ട്. പൊതുവിദ്യാലയങ്ങളിലെ പഠനത്തോളം മികവുള്ളതല്ല മറ്റു വിദ്യാലയങ്ങളിലെ പഠനം. പക്ഷെ തെറ്റിദ്ധാരണയാണ് പൊതുവിൽ. ആ തെറ്റിദ്ധാരണ തിരുത്തി മുന്നോട്ട് പോകാനാണ് കേരളം പരിശ്രമിക്കുന്നത്. MLA NK അക്ബർ അധ്യക്ഷത വഹിച്ചു. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 99.8 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആദ്യ നിലയിലെ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. പുതിയ സ്കൂൾ ബ്ലോക്കിനായി 1 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ വലിയകത്ത്, കടപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശുഭ ജയൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിസ്രിയ മുസ്താഖ് അലി, മെമ്പർ പ്രസന്ന ചന്ദ്രൻ, ഉദയ വായനശാല പ്രസിഡന്റ് ആച്ചി ബാബു, PTA പ്രസിഡന്റ് ദിലീപ് അമ്പലപ്പറമ്പിൽ എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് സ്വാഗതവും സ്കൂൾ പ്രധാനാധ്യാപിക ബിനിത PB നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് ചാവക്കാട്. പുന്നൂർകുളം ഗ്രാമപഞ്ചായത്തും കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച സംരംഭക സഭ പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് EK നിഷാർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഷാനിബ, CDS ചെയർപേഴ്സൺ ഗിരിജ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാഗ്യലക്ഷ്മി ക്ലാസ് നയിച്ചു. ലോൺ, ലൈസൻസ്, സബ്സിഡി എന്നിവയെക്കുറിച്ചുള്ള പുതിയ സംരംഭകരുടെ സംശയ നിവാരണവും ഉദ്യം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വിതരണവും ഉണ്ടായിരുന്നു. ചാവക്കാട് ബ്ലോക്ക് വ്യവസായ ഓഫീസർ T മനോജ് സ്വാഗതവും പുന്നൂർകുളം പഞ്ചായത്ത് എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് കൃഷ്ണേന്ദു PH നന്ദിയും പറഞ്ഞു. കുന്നംകുളം നഗരസഭ 31-ാം വാർഡിലെ അഞ്ഞൂർകുന്ന് 109-ാം നമ്പർ അങ്കണവാടി കെട്ടിടം ആലത്തൂർ MP K രാധാകൃഷ്ണൻ നാടിന് സമർപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷെബീർ, കൗൺസിലർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA സംസ്കൃതം 3ാം റാങ്ക് കരസ്ഥമാക്കിയ KB കാർത്തികയെയും സംസ്ഥാന ശിശുദിനാഘോഷത്തിൽ സ്വാഗതം പറഞ്ഞ ആൻ എലിസബത്തിനെയും ചടങ്ങിൽ ആദരിച്ചു. വാർഡ് കൗൺസിലർ പുഷ്പ മുരളി സ്വാഗതവും അംഗൻവാടി ടീച്ചർ KS അനിത നന്ദിയും പറഞ്ഞു. നഗരസഭയുടെ CFC ഗ്രാന്റിൽ നിന്നും 18.84 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 756 ചതുരശ്ര അടിയിൽ അങ്കണവാടി കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത്. മുറികൾ, ഹാൾ, അടുക്കള, 2 ശുചിമുറികൾ എന്നിവയാണ് കെട്ടിടത്തിലുള്ളത്. പ്രധാനപ്പെട്ട റോള് ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണ സമയത്താണ് നിങ്ങൾ ഇടപെടുന്നത്. ആ കുട്ടിയുടെ മനസ്സിനെ എങ്ങനെയാക്കി മാറ്റണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഏറ്റവും നല്ല കുട്ടികളായി നമ്മുടെ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ കഴിയുന്ന ആളുകളായി നിങ്ങൾ മാറണം. അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ള സമൂഹമായിട്ട് നമുക്ക് സമൂഹം. ചാവക്കാട് ചേറ്റുവ റോഡിൽ ടോറസ് ലോറിയും കാറും കൂട്ടിയിടിച്ചു. കാറിലുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. ചേറ്റുവ ഭാഗത്തു നിന്നും ചാവക്കാട് ഭാഗത്തേക്ക് വന്നിരുന്ന ടോറസും അതേ ദിശയിൽ വന്നിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. കാറ് ലോറിയിൽ ഉടക്കിയതിനെ തുടർന്ന് നീങ്ങി ലോറിയുടെ എതിർദിശയിലാണ് കിടന്നിരുന്നത്.
കാറിന്റെ വാതിലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പോർക്കുളം പഞ്ചായത്തിലെ കുതിരപ്പാടം പാടശേഖരത്തിൽ മുണ്ടകൻ കൃഷിയുടെ കൊയ്ത്ത് തുടങ്ങി. 80 ഏക്കർ പാടശേഖരത്ത് ഉമ്മാവിത്താണ് കർഷകർ കൃഷി ചെയ്തത്. കൊയ്ത്ത് മെതിയന്ത്രം ഉപയോഗിച്ചാണ് കൊയ്ത്ത് നടത്തുന്നത്. മണിക്കൂറിന് 2400 രൂപയാണ് കൊയ്ത്ത് മെതിയന്ത്രത്തിന്റെ വാടക. പരീക്ഷണാടിസ്ഥാനത്തിൽ 2.5 ഏക്കർ പാടത്ത് നടത്തിയ ചേറ്റുവിതയുടെ കൊയ്ത്ത് നേരത്തെ കഴിഞ്ഞിരുന്നു. കൊയ്തെടുത്ത നെല്ലിന്റെ സംഭരണവും പുരോഗമിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായി 2 ആഴ്ച മുമ്പ് പെയ്ത കനത്ത മഴയിൽ പാടശേഖരത്ത് വെള്ളം കെട്ടിനിന്നത് കർഷകർക്ക് വിനയായി. പാടത്ത് വെള്ളമായതോടെ കൊയ്ത്ത് ബുദ്ധിമുട്ടായി. പല കണ്ടങ്ങളും ചെളി നിറഞ്ഞത് കൊയ്ത്തിന് തിരിച്ചടിയാകുന്നുണ്ട്. വൈക്കോൽ നഷ്ടമാകുമെന്ന ആശങ്കയും കർഷകർക്കുണ്ട്. ജനുവരി 15-ന് മുമ്പ് കൊയ്ത്തും വൈക്കോൽ സംഭരണവും പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ഗുരുവായൂർ ക്രിയേറ്റീവ് കൾച്ചറൽ സെന്റർ 879ാമത് പരിപാടി കോട്ടയം സുരഭി അവതരിപ്പിക്കുന്ന 5 പ്രഭാത നടത്തക്കാർ എന്ന നാടകത്തിന്റെ അവതരണം വെള്ളിയാഴ്ച നടക്കും. ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വൈകിട്ട് 7-നാണ് പരിപാടി. ദേശീയ ജെൻഡർ ക്യാമ്പയിന്റെ ഭാഗമായി എരുമപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ജെൻഡർ കാർണിവൽ സംഘടിപ്പിച്ചു. നയിച്ചേതനയുടെ ഭാഗമായി സംഘടിപ്പിച്ച കാർണിവലിൽ സ്ത്രീധനവും സ്ത്രീകളുടെ സ്വത്തവകാശവും എന്ന വിഷയത്തിൽ ഓപ്പൺ ഫോറം നടന്നു. കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ് അധ്യക്ഷയായി. ടോക്ക് ഷോയ്ക്ക് അഡ്വക്കേറ്റ് ടി കെ അർച്ചന മോഡറേറ്ററായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, മെമ്പർമാരായ MK ജോസ്, സുധീഷ് പറമ്പിൽ, ES സുരേഷ്, NP അജയൻ, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി VM ഹുസൈൻ, ICDS സൂപ്പർവൈസർ ഷിമി ഇ ചന്ദ്രൻ, ഓക്സിലറി അംഗം അങ്കിത സുഗിത, കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ലത ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. 18 വാർഡുകളിൽ നിന്നുള്ള അയൽക്കൂട്ടാംഗങ്ങൾ പങ്കെടുത്തു. കാർണിവലിന്റെ ഭാഗമായി പായസമേളയും സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും സംഘടിപ്പിച്ചിരുന്നു. പാവർട്ടിയെ ചെങ്കടലാക്കി 100 കണക്കിന് പ്രവർത്തകർ അണിനിരുന്ന ബഹുജന റാലിയോടെ CPIM മണലൂർ ഏരിയ സമ്മേളനം സമാപിച്ചു. ചുവപ്പ് സേനാ മാർച്ചും ചെമ്പതാക കൈലേന്തിയുള്ള ബഹുജന റാലിയും അക്ഷരാർത്ഥത്തിൽ ചെങ്കടലാക്കിയാണ് പൊതു സമ്മേളനത്തോടെ 3 ദിവസം നീണ്ട മണലൂർ ഏരിയ സമ്മേളനത്തിന് സമാപനം കുറിച്ചത്. പാവർട്ടി മനപ്പടിയിൽ നിന്നും ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുമുള്ള ചുവപ്പ് സേനാംഗങ്ങൾ ബാൻഡുവാദ്യത്തിന്റെ അകമ്പടിയോടെ പരേഡ് നടത്തി. ബഹുജന പങ്കാളിത്തത്തോടെ നടന്ന പ്രകടനത്തിലും 100 കണക്കിന് ആളുകൾ അണിനിരന്നു. തുടർന്ന് പാവർട്ടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സജ്ജമാക്കിയ KK ശങ്കരൻ നഗറിൽ ചേർന്ന പൊതുസമ്മേളനം SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നെല്ലി MLA, ഏരിയ സെക്രട്ടറി PA രമേശൻ, ജില്ലാ കമ്മിറ്റി അംഗം CK വിജയൻ, പാവർട്ടി ലോക്കൽ സെക്രട്ടറി ബാബു ആന്റണി, പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റെജീന എന്നിവർ സംസാരിച്ചു. വിദ്യാലയ ചുമരുകളിൽ വർണ്ണം കൊണ്ട് വിസ്മയം തീർത്ത് ഗുരുവായൂർ ചുമർചിത്ര പഠന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾ. ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂൾ, ചൂണ്ടൽ തായങ്കാവ് അങ്കണവാടി എന്നിവയുടെ ചുമരുകളിലാണ് ചുമർ ചിത്രകലാ പഠിതാക്കളായ വിദ്യാർത്ഥികൾ വർണ്ണങ്ങൾ ചാലിച്ച് മനോഹര ചിത്രങ്ങൾ ഒരുക്കുന്നത്. ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂൾ കെട്ടിടത്തിന്റെ മുകൾ നിലയിലുള്ള ഹാളിന്റെ ചുമരിൽ മനോഹരമായ പ്രകൃതിയുടെയും ഇലവിടർത്തി നിൽക്കുന്ന വൃക്ഷങ്ങളുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ചിത്രങ്ങളാണ് ചിത്രകലാ വിദ്യാർത്ഥികളുടെ ഭാവനയിൽ നിന്ന് വർണ്ണങ്ങളാൽ ചാലിച്ചെടുത്തിട്ടുള്ളത്. നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിനായി ഒരുങ്ങുന്ന അങ്കണവാടി കെട്ടിടത്തിൽ കുരുന്നുകളെ ആകർഷിക്കുന്ന കഥാപുസ്തകങ്ങളിലെ ഇഷ്ടകഥാപാത്രങ്ങളായ മൃഗങ്ങളും പക്ഷികളുമാണ് നിറഞ്ഞിരിക്കുന്നത്. മരക്കൊമ്പിൽ ഊഞ്ഞാലാടുന്ന കുരങ്ങച്ചനും ടോം ആൻഡ് ജെറിയും മാൻകുട്ടിയുടെ കഥ കേട്ടുറങ്ങുന്ന മുയലും കരടിക്കുട്ടനും ഉൾപ്പെടെ കുട്ടികളുടെ ഇഷ്ടകഥാപാത്രങ്ങളാണ് അങ്കണവാടിയുടെ ചുമരിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അങ്കണവാടിയിലെത്തുന്ന കുരുന്നുകളെ തങ്ങളുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിലൂടെ ആകർഷിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ചിത്രകഥാപുസ്തകങ്ങളിലൂടെ പ്രശസ്തരായ കഥാപാത്രങ്ങളെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളായി ചുമരിൽ വരച്ചിരിക്കുന്നത്. ഗുരുവായൂർ ചുമർചിത്ര പഠന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളായ വിഷ്ണു, അവർണ ശിവാനന്ദ്, അഖില ബാബു, അഭിജിത്ത്, അനിരുദ്ധ്, അബിൻ, നവനീത്, ഗോവർദ്ധൻ, അഞ്ജലി കൃഷ്ണ, ദേവി നന്ദന, KA ദേവി, ER ദുർഗ എന്നിവരാണ് ചിത്രങ്ങൾ ഒരുക്കുന്നത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ ക്യാമ്പിന്റെ ഭാഗമായാണ് വിദ്യാലയങ്ങളുടെ ചുവരുകൾ ചിത്രം കൊണ്ട് അലങ്കരിച്ചത്. CCTV ന്യൂസ്, കേച്ചേരി. കൊച്ചിൻ ദേവസ്വം ബോർഡ് തലക്കോട്ടുകര ഭഗവതി ക്ഷേത്രത്തിൽ കളമെഴുത്തുപാട്ടിന് തുടക്കമായി. തത്തുമസി അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമർപ്പിച്ച കളമെഴുത്തുപാട്ട് മഹോത്സവത്തിൽ വിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച നാമജപത്തോടെയുള്ള ദീപാലങ്കൃതമായ താലവും തുടർന്ന് ക്ഷേത്ര സന്നിധിയിൽ ചുറ്റുവിളക്ക്, നാമസങ്കീർത്തന പ്രദക്ഷിണം, വിശേഷാൽ പൂജകൾ എന്നിവ നടത്തി. തുടർന്ന് ക്ഷേത്ര സന്നിധിയിൽ തയ്യാറാക്കിയ വിശേഷ സ്ഥാനത്ത് ദേവീരൂപം തീർത്ത കളത്തിൽ ചടങ്ങുകൾക്കും കളമെഴുത്തുപാട്ടിനും ശേഷം പ്രസാദ വിതരണവുമുണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്രമേൽശാന്തി സജി ശർമ്മ,
കളമെഴുത്തുപാട്ട് ആചാര്യന്മാരായ സജീവ് കുറുപ്പ്, രാഹുൽ കുറുപ്പ് എന്നിവരും തത്തുമസി അയ്യപ്പൻ വിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി വി കാർത്തികേയൻ, സെക്രട്ടറി സജീഷ് പി വി, ട്രഷറർ സന്ദീപ് MD തുടങ്ങി മാതൃസമിതി ഭാരവാഹികളും നേതൃത്വം നൽകി. പുരസ്കാര നിറവിൽ കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ മികച്ച പ്രൈമറി പാലിയേറ്റീവ് യൂണിറ്റിനുള്ള പുരസ്കാരം കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് യൂണിറ്റിന് ലഭിച്ചു. പുരസ്കാര നേട്ടം കൈവരിച്ച പാലിയേറ്റീവ് പ്രവർത്തകരെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ മെഡിക്കൽ ഓഫീസറെയും ജീവനക്കാരെയും അഭിനന്ദിച്ച് പുരസ്കാരം നൽകിയാണ് ആദരമർപ്പിച്ചത്. ഹോം കെയറിൽ ജനപ്രതിനിധി പങ്കാളിത്തം, അലോപ്പതി, ആയുർവേദം, ഹോമിയോ, മെഡിക്കൽ ഹോം കെയറുകൾ, തനത് PMC വിഭവ സമാഹരണം, രോഗീബന്ധു സംഗമങ്ങൾ, ഓണക്കിറ്റ് വിതരണം എന്നിവ കൂടാതെ 50 പാലിയേറ്റീവ് അംഗങ്ങൾക്ക് FM റേഡിയോ വിതരണം ചെയ്തതുൾപ്പെടെയുള്ള 2024 വർഷത്തെ മികവാർന്നതും വൈവിധ്യപൂർണവുമായ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് പുരസ്കാരം ലഭിച്ചത്. പഴഞ്ഞി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസിൽ നിന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ NL ജോസഫ് പുരസ്കാരം ഏറ്റുവാങ്ങി. കണ്ടാണശ്ശേരി പഞ്ചായത്തിന്റെ ആദരത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, മെഡിക്കൽ ഓഫീസർ KP ചിന്തയ്ക്ക് മൊമെന്റോ നൽകി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ നിവ്യ റനീഷ്, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷക്കീല ഷമീർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, TO ജോയ്, ശരത് രാമനുണ്ണി, രമാ ബാബു, AA കൃഷ്ണൻ, പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ U വിശ്വനാഥൻ, കണ്ടാണശ്ശേരി ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് C എന്നിവർ സംബന്ധിച്ചു. ആരോഗ്യവകുപ്പ് ജീവനക്കാർ, ആശാപ്രവർത്തകർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കാളികളായി. CCTV ന്യൂസ്, കേച്ചേരി. കടവല്ലൂർ പഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDSന്റെ നേതൃത്വത്തിൽ നൈചേതന ജെൻഡർ കാർണിവൽ സംഘടിപ്പിച്ചു. CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധന്റെ അധ്യക്ഷതയിൽ കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PA രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രഭാത് മുല്ലപ്പള്ളി, ജയൻ പുളയ്ക്കൽ, സെക്രട്ടറി ഉല്ലാസ് കുമാർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. വാർഡ് മെമ്പർമാരായ ഉഷ, ഗിരിജ, സൗദ, ഘോഷ് കുമാർ, നിഷ, ബ്ലോക്ക് കോർഡിനേറ്റർ രേഷ്മ എന്നിവർ പങ്കെടുത്തു. സ്ത്രീധനവും സ്ത്രീ സമത്വവും എന്ന വിഷയത്തെപ്പറ്റിയുള്ള സംവാദത്തിൽ അഡ്വക്കേറ്റ് ബിന്ദു സംശയങ്ങൾക്കുള്ള മറുപടി നൽകി. അക്കൗണ്ടന്റ് മഞ്ജുള മനോജ് നന്ദിയും പറഞ്ഞു. കുന്നംകുളം സെന്ററിലെ മുഴുവൻ മാർത്തോമ ഇടവകകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലുള്ള 22ാമത് കൺവെൻഷൻ ഡിസംബർ 26 മുതൽ 29 വരെ അക്കിക്കാവ് ദീനബന്ധു മിഷനിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 6:30 സഭ കുന്നംകുളം മലബാർ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പയുടെ അധ്യക്ഷതയിൽ മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലിത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ യോഗങ്ങളിൽ അഭിവന്ദ്യ ഡോക്ടർ യൂയാക്കിം മാർ കുർലോസ് സഫ്രഗൻ മെത്രാപ്പൊലിത്ത, റവറൻ PK സക്കറിയ കല്ലിശ്ശേരി, റവറൻ സജു ബി ജോൺ, റവറൻ MC ശാമുവേൽ, റവറൻ ജോർജ് മാത്യു കരിക്കം, ലിജിൻ വർക്കി ഫിലിപ്പ് എന്നിവർ തിരുവചനം ശുശ്രൂഷിക്കും. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പൊതുയോഗങ്ങൾ വൈകിട്ട് 6:30 ആരംഭിക്കും. കുന്നംകുളം സെന്റർ മാർത്തോമ ഗായക സംഘം ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുമെന്ന് കൺവെൻഷൻ ഭാരവാഹികളായ റവറൻ കോശി കുര്യൻ, സുനു ബേബി കോശി, അജിത് K ഉമ്മൻ, VK ഡെന്നി, CK ബാബു എന്നിവർ അറിയിച്ചു. MC ശാമുവേൽ തുമ്പമൺ വചനം പ്രഘോഷിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ റവറൻ PK സക്കറിയ, റവറൻ ജോർജ് മാത്യു കരിക്കം, റവറൻ ലിജിൻ വർക്കി ഫിലിപ്പ്, പ്രൊഫസർ ഡോക്ടർ CP ബാബു എന്നിവർ വചനം പ്രഘോഷിക്കും. 29-ാം തീയതി ഞായറാഴ്ച രാവിലെ 8:30 വിശുദ്ധ കുർബാന. 29-ാം തീയതി ഞായറാഴ്ച രാവിലെ 8:30 വിശുദ്ധ കുർബാനയ്ക്ക് ഭദ്രാസന അധ്യക്ഷൻ അഭിനന്ദ ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ നേതൃത്വം നൽകും. അതിനുശേഷം മാർത്തോമ കുടുംബ സംഘവുമായിട്ട് വേർതിരിച്ചിരിക്കുകയാണ്. ഈ കുന്നംകുളം ചൂണ്ടൽ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ജെൻഡർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജെൻഡർ കാർണിവൽ സംഘടിപ്പിച്ചു. നൈചേതന 3.0 ദേശീയ ജെൻഡർ ക്യാമ്പയിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് ജെൻഡർ കാർണിവൽ സംഘടിപ്പിച്ചത്. പാറന്നൂർ ചിറ പരിസരത്ത് നടന്ന ജെൻഡർ കാർണിവൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ജിഷ സുനിൽകുമാർ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി. കമ്മ്യൂണിറ്റി കൗൺസിലർ സുഷി വിഷയാവതരണം നടത്തി. സ്ത്രീധനവും സ്ത്രീ സ്വത്തവകാശവും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് സോണാലി ക്ലാസ് നയിച്ചു.
ക്ലാസിനെ തുടർന്ന് നടന്ന ടോക്ക് ഷോയിൽ ജനപ്രതിനിധികളായ രേഖ സുനിൽ, ആൻസി വില്യംസ്, സുനിത ഉണ്ണികൃഷ്ണൻ, NS ജിഷ്ണു എന്നിവർ പങ്കെടുത്തു. അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു, ആസൂത്രണ സമിതി അംഗം വത്സൻ പാറന്നൂർ, CDS അംഗം രൂപ രാജീവ്, CDS അക്കൗണ്ടന്റ് സുമി, കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങൾ, ബാലസഭാ കുട്ടികൾ, പരിസരവാസികൾ തുടങ്ങിയവർ കാർണിവലിൽ പങ്കെടുത്തു. കുടുംബശ്രീ അംഗങ്ങൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തു. തുടർന്ന് അയൽക്കൂട്ടംഗങ്ങളുടെ ന്യൂട്രീഷൻ ഫുഡ് ഫെസ്റ്റ് നടന്നു. ഫുഡ് ഫെസ്റ്റിൽ 14-ാം വാർഡിലെ നാസ് കുടുംബശ്രീ യൂണിറ്റിലെ നിസാർ റഹ്മാൻ 1-ാം സ്ഥാനവും 6-ാം വാർഡിലെ തീരം കുടുംബശ്രീ യൂണിറ്റിലെ ഷാഹിന 2-ാം സ്ഥാനവും 3-ാം വാർഡിലെ ഭാവന കുടുംബശ്രീ യൂണിറ്റിലെ വിജയ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കലാപരിപാടികളിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി. CCTV ന്യൂസ്, കേച്ചേരി. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS ക്യാമ്പിന്റെ ഭാഗമായി മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം സുസ്ഥിര വികസനത്തിന് യുവത എന്ന സന്ദേശവുമായി നടത്തുന്ന യുവ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായായിരുന്നു വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് ഒരുക്കിയത്. വ്യാജ വാർത്തകൾ, അവാസ്തവമായ പ്രചരണങ്ങൾ എന്നിവ സംബന്ധിച്ച സത്യമേവ ജയതേ എന്ന പേരിൽ നടന്ന ക്യാമ്പയിനിൽ മലയാള മനോരമ ലേഖകൻ C. ഗിരീഷ് കുമാർ, CCTV സീനിയർ എഡിറ്റർ PS ടോണി എന്നിവർ ക്ലാസ് എടുത്തു. വാർത്തകളുടെ വിശ്വാസ്യത, മാധ്യമങ്ങളുടെ പ്രവർത്തന രീതി, ഭാവി സാധ്യതകൾ തുടങ്ങിയ വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് ഇരുവരും മറുപടി നൽകി. പ്രോഗ്രാം ഓഫീസർ ജയറാം സന്തോഷ്, വളണ്ടിയർ ലീഡർമാരായ KS അനന്തകൃഷ്ണൻ, ഗായത്രി K. ബാബു എന്നിവർ സംസാരിച്ചു. കരിക്കാട് CML സ്കൂളിൽ നടക്കുന്ന സപ്തദിന ക്യാമ്പ് വെള്ളിയാഴ്ച സമാപിക്കും. വിവിധ ദിവസങ്ങളിലായി സുഹൃത കേരളം, കൂട്ടുകൂടി നാട് കാക്കാം, സ്നേഹ സന്ദർശനം, ഹരിത സമൃദ്ധി, മൂല്യനിർമ്മാണം, സൃഷ്ടി പരതയിലൂടെ ഡിജിറ്റൽ ലിറ്ററസി, സുസ്ഥിര ജീവിതശൈലി, പുസ്തക പയറ്റ് എന്നിവ നടക്കും. സാധിച്ചുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ആദ്യമായി ചോദിക്കുന്നത്, നിങ്ങൾ എത്ര പേർ എല്ലാ ദിവസവും പത്രം വായിക്കുന്നവരുണ്ട്? എത്ര പേരുണ്ട് ഈ ക്യാമ്പിൽ? 3 പേരാണ്. 3 പേരാണ് ആകെ. ഈ കൂട്ടത്തിൽ പത്രം 4 പേർ എല്ലാ ദിവസവും പത്രം വായിക്കുന്നത്. മനോരമയിലായിരുന്നു പ്രമോദനാഥൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹമാണ് ആദ്യത്തെ സ്വകാര്യ വാർത്താ അവതാരകൻ. ദൂരദർശനിൽ വായിച്ച GR കണ്ണൻ എന്നൊക്കെ പറഞ്ഞ ആളായിരുന്നു. അപ്പൊ അങ്ങനെ വാർത്ത വരുന്നു. അതിനുശേഷം 2000 വരുന്ന സമയത്ത് ഇന്ത്യ വിഷൻ വരുന്നു. സമ്പൂർണ്ണമായി വാർത്ത സംസ്കാരത്തിലേക്ക് മലയാളത്തിൽ വരുന്നത് ഇന്ത്യ വിഷനിൽ കൂടിയാണ്. ഡോക്ടർ MK മുരളിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ വിഷൻ വന്നതോട് കൂടിയാണ് അത്തരമൊരു മുഴുനീള വാർത്താ സംസ്കാരത്തിലേക്ക്. പുന്നൂർകുളം സാഹിത്യ സമിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തിയ ഒത്തുചേരൽ ശ്രദ്ധേയമായി. സാഹിത്യ അക്കാദമി കമല സുരയ്യ സമുച്ചയത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് KB സുകുമാരൻ അധ്യക്ഷനായി. കൺവീനർ അറക്കൽ ഉമ്മർ മാസ്റ്റർ പരിചയപ്പെടുത്തൽ നിർവഹിച്ചു. KK സുരേഷ്, ഹക്കീം വെളിയത്ത്, K മുഹമ്മദ് ഉണ്ണി, ദിവാകരൻ പനന്തറ, അഹമ്മദ് അറക്കൽ എന്നിവർ കവിതാലാപനം നടത്തി. അബ്ദുൾ പുന്നയൂർകുളം, K നാസർ, പ്രദീപ്, ബീന കുന്നങ്കാട് എന്നിവർ കഥകൾ പറഞ്ഞു. K സജീവ്, ബാബു, കവിത, ബഷീർ, കോറോത്തയിൽ, അസ്മ എന്നിവർ പാട്ടുകൾ പാടി. വീണ്ടും ക്രിസ്മസ് വിശേഷങ്ങളിലേക്ക്. തിരുപ്പിറവിയെ വരവേൽക്കാൻ ജയൻ പാതാക്കരയും അശോകൻ കല്ലുംപുറവും ചേർന്നൊരുക്കിയ ക്രിസ്തീയ ഭക്തിഗാനത്തിന്റെ പ്രകാശനം നടത്തി. അനുഗ്രഹീത മാതാവ് എന്ന പേരിൽ പുറത്തിറക്കിയ ഗാനത്തിന്റെ യൂട്യൂബ് റിലീസിംഗ് ഗാനരചയിതാവും കവിയുമായ റഫീഖ് അഹമ്മദ് നിർവഹിച്ചു. സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒക്കെ അടയാളങ്ങൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അതെല്ലാം ഊട്ടി ഉറപ്പിക്കാനുതകുന്ന ഇത്തരത്തിലുള്ള ഗാനങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ടെന്ന് റഫീഖ് അഹമ്മദ് അഭിപ്രായപ്പെട്ടു. നിരവധി ആൽബങ്ങൾക്കും ഭക്തിഗാനങ്ങൾക്കും രചന നിർവഹിച്ചിട്ടുള്ള ജയൻ പാതാക്കരയുടെ ഏറ്റവും പുതിയ ഗാനമാണ് അനുഗ്രഹീത മാതാവ്. അശോകൻ മാഷ് സംഗീതവും നിർമ്മാണവും നിർവഹിച്ച ഗാനം ക്രിസ്റ്റി മരിയയാണ് ആലപിച്ചിരിക്കുന്നത്. അജിത്ത്, രതി, സുരഭി, ശ്രീനന്ദ, അനുശ്രീ, അഭിരാമി, ശ്രീനു എന്നിവർ കോറസിലും ഗാനത്തിന്റെ അണിയറയിലും പ്രവർത്തിച്ചു. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഏറ്റവും വലിയ ഒരു ദിനമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയൊക്കെ എല്ലാ അടയാളങ്ങളും തല്ലിത്തർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആസുരകാലത്തിലൂടെയാണ് നമ്മുടെ സമൂഹം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരം ദിനങ്ങൾ തന്നെ ഓർമ്മിക്കപ്പെടുകയും അത് എല്ലാ തരത്തിലുള്ള മറ്റ് വിഭാഗീയതകളൊന്നുമില്ലാതെ എല്ലാ മനുഷ്യരും ഇത്തരം വലിയ പുരുഷന്മാരെ ഓർമ്മിക്കുക, വലിയ വ്യക്തിത്വങ്ങളെ ഓർമ്മിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. മാതാവിനെ കുറിച്ചിട്ടുള്ള ഒരു ഗാനമാണ് ഇതിലുള്ളത്. മാർഗം
നാടെങ്ങും ക്രിസ്മസിനായി ഒരുങ്ങിക്കഴിഞ്ഞു. ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചും വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും ആഘോഷങ്ങൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. CCTVയിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷം വർണ്ണാഭമായി. മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ കേക്ക് മുറിച്ചു. ജീവനക്കാരുടെ വിവിധ കലാപരിപാടികൾ ഉണ്ടായി. ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ ആഘോഷങ്ങളോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന ക്രിബ് സജ്ജമാക്കി. ആശുപത്രിയുടെ ജൂബിലി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായി സജ്ജമാക്കിയ ക്രിബിന്റെ ഉദ്ഘാടനം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം നാൻസി ആന്റണി നിർവഹിച്ചു. ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം അധ്യക്ഷയായിരുന്നു. ആശുപത്രിയിലെ സീനിയർ ഡോക്ടർ ഷാജി ഭാസ്കർ കേക്ക് മുറിച്ചു. ആശുപത്രി ജീവനക്കാർ, നഴ്സിംഗ് കോളേജ് അധ്യാപകർ, രോഗികൾ, കൂട്ടിരിപ്പുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജനകീയ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശവാഹകനായി ഭൂമിയിൽ ഭൂജാതനായ ക്രിസ്തുദേവന്റെ ജന്മദിനാഘോഷമായ ക്രിസ്തുമസ് ആഘോഷം കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജനപ്രതിനിധികളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ജീവനക്കാരുടെയും ആശാപ്രവർത്തകരുടെയും സഹകരണത്തോടെയാണ് സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ആഘോഷങ്ങൾ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്താക്കി അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ നിവ്യ റനീഷ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ U വിശ്വനാഥൻ, ജനപ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, ആശാപ്രവർത്തകർ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ആഘോഷവേളയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും സമ്മാനങ്ങളും കേക്കും വിതരണം ചെയ്തു. 50-ൽ പരം മെഗാ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ വിതരണം നടത്തി. കാട്ടകമ്പാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ നിർവഹിച്ചു. സഹകരണ ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ അദിയാരത്ത്, ഭരണസമിതി അംഗങ്ങളായ ഫ്രജിൻ എഫ്രി, TK പ്രഹ്ലാദൻ, ശശി പെങ്ങാമുക്ക്, TA വേലായുധൻ, CI മറിയമ്മ, ഉമാദേവി കണ്ടംപള്ളി, ബാങ്ക് സെക്രട്ടറി MS മണികണ്ഠൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ ക്രിസ്മസ് കരോൾ റോഡ് ഷോയിൽ നൂറുകണക്കിന് ക്രിസ്മസ് പാപ്പാമാരും മാലാഖമാരും അണിനിരന്നു. വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി. ഘോഷയാത്ര വികാരി ഫാദർ ജോൺ ഐസക് ഫ്ലാഗ് ഓഫ് ചെയ്തു. സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, ട്രസ്റ്റി CJ സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. പള്ളിയിലെ ആത്മീയ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ക്രിസ്മസ് കരോൾ നടത്തിയത്. അങ്ങാടി ചുറ്റി റോഡ് ഷോ പള്ളിയിലെത്തി സമാപിച്ചു. പോർക്കുളം കലശമല ആര്യലോകാശ്രമത്തിലെ ആഘോഷം കുന്നംകുളം ഓർത്തഡോക്സ് സഭ ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് ഉദ്ഘാടനം ചെയ്തു. ആര്യലോക് ആശ്രമാധിപൻ ആര്യമഹർഷി, ആര്യനാമിക, ലാസർ, ജിന്നി കുരുവിള തുടങ്ങിയവർ സംസാരിച്ചു. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിലെ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ നടന്ന ബോൺനത്താലയിൽ 1000-ഓളം പാപ്പമാർ അണിനിരന്നു. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ നിന്നാരംഭിച്ച ഘോഷയാത്രയിൽ കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ളവർ അലങ്കാര വസ്തുക്കളും പ്രത്യേകതരം പ്രകാശിക്കുന്ന വടികളും നക്ഷത്രങ്ങളും കണ്ണടകളുമായി വ്യത്യസ്തമായ ശൈലിയിലാണ് അണിനിരുന്നത്. വികാരി ഡോക്ടർ ഫാദർ ഷാജു ഊക്കൻ, സഹവികാരി ഫാദർ ജോയൽ ചിറമൽ, കൈക്കാരന്മാരായ ജോൺസൺ കാക്കശ്ശേരി, PA സ്റ്റീഫൻ, TK ജോയ്, CT ജോൺസൺ, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പതിയാരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ ബോൺ നത്താലെ ക്രിസ്മസ് കരോൾ ഘോഷയാത്ര നടത്തി. ഇടവക വികാരി ഫാദർ ലിയോ പുത്തൂർ സന്ദേശം നൽകി. ഘോഷയാത്ര കപ്പേള മുരിങ്ങത്തേരി വഴി സഞ്ചരിച്ച് പള്ളിയിൽ സമാപിച്ചു. നൃത്തച്ചുവടുകളുമായി കുട്ടികളും മുതിർന്നവരും അണിനിരുന്നു. പരിപാടികൾക്ക് കൈക്കാരന്മാരായ ഔസേപ്പ് ലേവി, ഡേവിസ് സതീഷ്, ഫ്രാൻസിസ് വിൻസെന്റ്, സണ്ണി ആൻസൺ, സിസ്റ്റർ രശ്മി, റോബിൻ റാഫേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ജവഹർ ബാൽ മഞ്ചിലെ കുട്ടികൾ, എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ മണ്ഡലങ്ങളിലെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും സംഘഗാനം അവതരിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വിനോദിനി പാലക്കൽ, KR രാധിക, വിജിനി ഗോപി, മണ്ഡലം പ്രസിഡന്റുമാരായ ദീപ രാമചന്ദ്രൻ, ഫബിത ജയൻ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വെള്ളാറ്റന്നൂർ പുഷ്പസദൻ സന്ദർശിച്ച് ക്രിസ്മസ് ആഘോഷം നടത്തി. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം പ്രസിഡന്റ് വിവേക് MG, KSU വേലൂർ മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ഷാജു, ഫ്രണ്ടോ അലോഷി, ആൻഡോ ആൻവിൻ എന്നിവർ നേതൃത്വം നൽകി. അമല മെഡിക്കൽ കോളേജിൽ ഒരുക്കിയ ഈ വർഷത്തെ പുൽക്കൂടിന് പുതുമകളേറെ. പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ പുൽക്കൂടിൽ മാതാവിന്റെ പൂർണ്ണകായ പ്രതിമ ഉണ്ണിയേശുവിനോടൊപ്പം കിടക്കുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. കിടക്കുന്ന രീതിയിലുള്ള മാതാവിന്റെ രൂപം ഇന്ത്യയിൽ തന്നെ അപൂർവമാണ്. ജീവനുള്ള മുയലും കിളികളും പുൽക്കൂടിനെ സജീവമാക്കിയിട്ടുണ്ട്. അമല അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ആന്റണി മണ്ണുമ്മലിന്റെ ആശയത്തിൽ കറുകുറ്റിയിലെ ക്രിയേറ്റർ സ്റ്റുഡിയോ ആണ് സ്റ്റാച്ചു തയ്യാറാക്കിയത്.
ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസനപള്ളിയുടെ യുവജന പ്രസ്ഥാനമായ MOMBAയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കരോൾ റോഡ് ഷോ കുന്നംകുളം താഴത്തേപ്പാറ സെന്റ് തോമസ് സിറിയൻ സിംഹാസന ചാപ്പലിൽ നിന്നും പുറപ്പെട്ട് കിഴക്കേയങ്ങാടി, പടിഞ്ഞാറങ്ങാടി, വൈശ്ശേരി, മോർ യൂലിയോസ് ഏലിയാസ് കുരിശുപള്ളി, നടുപ്പന്തി എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് തെക്കേയങ്ങാടി സെന്റ് ഒസ്താത്തിയോസ് സിംഹാസന ചാപ്പലിൽ സമാപിച്ചു. സിംഹാസന പള്ളി വികാരി ഫാദർ ജിബിൻ ചാക്കോ, സഹവികാരി ഫാദർ മനു തങ്കച്ചൻ, പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സോറിയാനി പള്ളി വികാരി ഫാദർ ബേസിൽ കൊല്ലാർമല്ലി, ഫാദർ ബാബു ജോസഫ്, ഫാദർ സിജി മാത്യു, ഫാദർ തോമസ് ചിരൻ എന്നിവർ പങ്കെടുത്തു. സിംഹാസന പള്ളിയുടെ വിവിധ ഭക്തസംഘടനകളുടെ കലാപരിപാടികൾ അരങ്ങേറി. ചെറായി ഗവൺമെന്റ് UP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തി. സ്കൂൾ അങ്കണത്തിൽ നടത്തിയ പരിപാടിയിൽ HM ഗീത ടീച്ചർ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് സ്നേഹ് മോഹൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ശോഭ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ മീന പോൾ, ജൈത്ര, ഷിബിൻ രാജ്, ജയകൃഷ്ണൻ, ചൈതന്യ തുടങ്ങിയവരും PTA കമ്മിറ്റി അംഗങ്ങളായ പ്രദീപ്, ഫൈസൽ, സ്വാഗി, അമീറ, മണികണ്ഠൻ തുടങ്ങിയവരും നേതൃത്വം നൽകി. കുട്ടികളുടെ കരോൾ ഗാനം, ഫ്ലാഷ് മോബ്, കേക്ക് വിതരണം എന്നിവയും ഉണ്ടായി. മറ്റു വാർത്തയിലേക്ക്. മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിലും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ അധിക്ഷേപിച്ചതിലും പന്തം കൊളുത്തി പ്രതിഷേധിച്ചു. എരുമപ്പെട്ടിയിൽ നടന്ന പ്രതിഷേധം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് അധ്യക്ഷയായി. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KR രാധിക, വിനോദിനി പാലക്കൽ, വിജിനി ഗോപി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ലീഡർ K കരുണാകരന്റെ 14ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ആധുനിക സജ്ജീകരണങ്ങളോടെയുള്ള പുതിയ കാഷ്വാലിറ്റി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ആശുപത്രി വൈസ് പ്രസിഡന്റും കുന്നംകുളം ഭദ്രാസന അധിപനുമായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കാഷ്വാലിറ്റി യൂണിറ്റിന്റെ കൂദാശയും ഉദ്ഘാടനവും നിർവഹിച്ചു. 2 ഓപ്പറേഷൻ തിയേറ്ററുകളുടെ ഉദ്ഘാടനം AC മൊയ്തീൻ MLAയും നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനും നിർവഹിച്ചു. തുടർന്ന് ആശുപത്രി അങ്കണത്തിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ ആശുപത്രി സെക്രട്ടറി KP സാക്സൺ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ, ഫാദർ ജോസഫ് ചെറുവത്തൂർ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മോഹൻ തോമസ്, വാർഡ് കൗൺസിലർ ഷാജി ആലിക്കൽ എന്നിവർ ആശംസകൾ നേർന്നു. ആശുപത്രി ട്രഷറർ മോൺസി P എബ്രഹാം സ്വാഗതവും മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ബാബു മാത്യു നന്ദിയും പറഞ്ഞു. ഇതോടൊപ്പം ക്രിസ്മസ് ആഘോഷവും ആശുപത്രി സെക്രട്ടറി KP സാക്സന്റെ ജന്മദിനാഘോഷം നടന്നു. വൈകിട്ട് കരോൾ ഗാനസന്ധ്യയുമുണ്ടായി. 65 കിടക്കകളും 2 ചെറിയ ഓപ്പറേഷൻ തിയേറ്ററും ഉൾപ്പെടുത്തി ആധുനിക സജ്ജീകരണങ്ങളോടെയാണ് പുതിയ കാഷ്വാലിറ്റി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. പഴയ അത്യാഹിത വിഭാഗത്തോട് ചേർന്ന് തന്നെയാണ് 10,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ പുതിയ യൂണിറ്റ് ഒരുക്കിയത്. 6 എമർജൻസി ലബോറട്ടറി സൗകര്യം, എമർജൻസി മരുന്നുകൾ ലഭ്യമാകുന്ന ഫാർമസി, ചെറിയ ഓപ്പറേഷൻ തിയേറ്റർ, 2 ഒബ്സർവേഷൻ മുറികൾ, പുതിയ 6 വെന്റിലേറ്ററുകൾ തുടങ്ങി എല്ലാ ആധുനിക സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് പുതിയ സംവിധാനം തുടങ്ങിയത്. എമർജൻസി മെഡിസിൻ ഡോക്ടർ, ക്രിട്ടിക്കൽ കെയർ ഡോക്ടർ ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലെ 6 ഡോക്ടർമാരുടെ സേവനം പുതിയ യൂണിറ്റിൽ എപ്പോഴും ഉണ്ടാകും. ആധുനിക മോണിറ്ററിംഗ് സംവിധാനങ്ങളോടെയുള്ള പരിശോധനകളും ചികിത്സാ രീതികളുമാണ് ഇവിടെ ഉണ്ടാകുക. ഇതോടെ ആധുനികവും വിപുലമായ സജ്ജീകരണങ്ങളോടെ ഒരുക്കിയിട്ടുള്ള ജില്ലയിലെ മികച്ച ആശുപത്രികളിലൊന്നായി മാറുകയാണ് മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ. CCTV ന്യൂസ്, കുന്നംകുളം. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡർ K കരുണാകരന്റെ 14ാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, പാവർട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ജെയ്സൺ ചാക്കോ, NA നൌഷാദ്, AM മൊയ്തീൻ, അപ്പു ആളൂർ എന്നിവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, മറ്റം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർമാർ, പ്രാദേശിക നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. അക്കിക്കാവ് ദീനബന്ധു മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പ്രഭാത ഭക്ഷണ പദ്ധതിയായ സ്നേഹമന്നയുടെ 1ാം വാർഷികാഘോഷം വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ കഴിയുന്ന രോഗികൾക്കും പരിസര പ്രദേശങ്ങളിലും കടവരാന്തകളിലും മറ്റും അന്തിയുറങ്ങുന്നവർക്കുമാണ് ദിവസേന പ്രഭാത ഭക്ഷണം നൽകുന്നത്. സ്നേഹമന്നയുടെ 1ാം വാർഷികം ആശുപത്രി അങ്കണത്തിൽ വെള്ളിയാഴ്ച രാവിലെ 7-ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സ്നേഹമന്ന സെക്രട്ടറി റവറൻ സജു ബി ജോൺ അധ്യക്ഷത വഹിക്കും. പദ്ധതിയിലൂടെ ഇതിനോടകം 78,500-ലധികം പ്രഭാത ഭക്ഷണം വിതരണം ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇഡ്ഡലി, ദോശ, അപ്പം, പുട്ട്, ഉപ്പുമാവ് എന്നിവയും അനുബന്ധ കറികളുമാണ് പദ്ധതിയിലൂടെ ഓരോ ദിവസവും വിതരണം ചെയ്യുന്നത്.
അതിരാവിലെ 3 മണിക്ക് അക്കിക്കാവ് ദീനബന്ധു മെസ്സിൽ പാചകം ചെയ്ത ഭക്ഷണമാണ് ദിവസേന ദീനബന്ധു പ്രവർത്തകർ വിതരണം ചെയ്യുന്നത്. ദീനബന്ധു മിഷൻ പ്രവർത്തന സരണിയിൽ 59 വർഷങ്ങൾ പിന്നിടുന്നതായും വൃദ്ധസദനം, നിർധനരായ രോഗികളെ സഹായിക്കുന്ന ദീനകാരുണ്യം തുടങ്ങിയ 12-ൽ-അധികം സാമൂഹ്യ സേവന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായും ദീനബന്ധു മിഷൻ ഡയറക്ടർ റവറൻ ഷൈമോൻ ഏലിയാസ്, ട്രഷറർ ജോസ് വർഗീസ്, ഇവാഞ്ചലിസ്റ്റ് ജിജു ജോയ്, CV ബേബി, ജോയ് MK എന്നിവർ അറിയിച്ചു. 3 മണിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി 7 മണിയോടുകൂടി കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ മുടങ്ങാതെ നമ്മുടെ പ്രവർത്തകർ ഞങ്ങളത് എത്തിച്ച് അത് ഏറ്റവും അനുഗ്രഹത്തോടുകൂടി വിതരണം ചെയ്യുകയാണ്. എന്നാൽ ഇതിന്റെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഞങ്ങൾ നേരിടുന്നുണ്ട്. ഈ മൊത്തം ചെലവിന്റെ ഒരു പകുതി പണം പോലും ഞങ്ങൾക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഇന്നാളുകളിൽ ഞങ്ങൾ വലിയൊരു ക്രൈസിസാണ്. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പബ്ലിസിറ്റികളൊന്നും നൽകിയിട്ടില്ല. മറിച്ച് ഇത് ഞങ്ങളുടെ പരിചയത്തിലുള്ളവർ കണ്ടറിഞ്ഞ് ഒക്കെ വരുന്നവരാണ്. എന്നാൽ അത്തരത്തിൽ ഒരു പബ്ലിക് ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് ഈ 400 ദിവസം കഴിഞ്ഞതിന് ശേഷം വരുന്നില്ല എന്നുള്ളത് ഇത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. CCTV ന്യൂസ് കുന്നംകുളം. വടക്കേക്കാട് ICA ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് സപ്തദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. തൊഴിയൂർ ICA കോളേജിൽ നടക്കുന്ന ക്യാമ്പ് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി അക്കാദമിക് കൺവീനർ KV അബ്ദു അധ്യക്ഷത വഹിച്ചു. ICA പ്രസിഡന്റ് OM മുഹമ്മദ് അലി ഹാജി മുഖ്യപ്രഭാഷണം നടത്തി. NSS വളണ്ടിയർമാർക്കുള്ള ബാഡ്ജ് വിതരണം PTA പ്രസിഡന്റ് ഹസൻ തെക്കേപ്പാട്ടയിൽ നിർവഹിച്ചു. RV അബ്ദുൾ മജീദ്, സ്കൂൾ പ്രിൻസിപ്പാൾ O. മുഹമ്മദ് അലി, IP അബ്ദുൾ റസാഖ്, വൈസ് പ്രിൻസിപ്പാൾ ഫാത്തിമ കമാൽ, NSS പ്രോഗ്രാം ഓഫീസർ രാജി ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. സാമൂതിരി കോട്ടയ്ക്കൽ, കിഴക്കേ കോവിലകം, വടക്കേ കോട്ടോൽ അസുര മഹാകാളൻ ക്ഷേത്രത്തിലെ കളമെഴുത്തുപാട്ട് മഹോത്സവം ദേശതാലപ്പൊലിയോടുകൂടി സമാപിച്ചു. സമാപന ദിവസം ദേശപാട്ടായിട്ടാണ് നടത്തിയത്. രാവിലെ വിശേഷാൽ പൂജകളോടെ ചടങ്ങുകൾ ആരംഭിച്ചു. വൈകിട്ട് കടവല്ലൂർ കൃഷ്ണജിത്ത് മാരാരുടെ തായമ്പകയും കടവല്ലൂർ നന്ദനമാരാരുടെ സോപാന സംഗീതവും നടന്നു. മുല്ലയ്ക്കൽപ്പാട്ട്, മേളം, താലം, എഴുന്നള്ളിപ്പ്, ഈടും കൂറും, കളപ്രദക്ഷിണം, കളംപൂജ, കളംപാട്ട്, കളംപൊലി, കളത്തിരാട്ടം, നാളികേരമേറ്, കളം മായ്ക്കൽ, കൂറവലിക്കൽ എന്നിവയോടെ കളമെഴുത്തുപാട്ടിന് സമാപനമായി. ക്ഷേത്രം ചടങ്ങുകൾക്ക് മേൽശാന്തി BTV ശ്രീകുമാർ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാട്ടകമ്പാൽ കല്ലാറ്റ് മണികണ്ഠക്കുറുപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന കളമെഴുത്തിനും പാട്ടിനും വിവിധ ദിവസങ്ങളിലായി കാട്ടകമ്പാൽ കല്ലാറ്റ് ഗൗരീനന്ദൻ, കല്ലാറ്റ് അഖിൽ, പന്നിശ്ശേരി സതീശൻ എന്നിവർ നേതൃത്വം നൽകി. സമാപന ദിവസം രാത്രിയിൽ അന്നദാനവും ഉണ്ടായിരുന്നു. ക്ഷേത്രം ഊരാളന്മാരായ സാമൂതിരി കോട്ടയ്ക്കൽ, കിഴക്കേ കോവിലകം ഭാരവാഹികളും പ്രസിഡന്റ് V. സുധാകരൻ നായർ, സെക്രട്ടറി PS. സുരേഷ്, ട്രഷറർ KK. നിഖിൽ എന്നിവരടങ്ങിയ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ, ഭജനസംഘം എന്നിവരും ഈ വർഷത്തെ കളമെഴുത്തുപാട്ട് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സപ്തദിന സഹവാസ ക്യാമ്പിനോടനുബന്ധിച്ച് കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബ് നടത്തി. പ്രോഗ്രാം ഓഫീസർ KA. ബിജു, അധ്യാപകരായ VB. കാർത്തിക, E. ശരണ്യചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. വൈദ്യുതി നിരക്ക് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CMP ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാണിപ്പയൂർ പവർ ഹൌസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ജില്ലാ സെക്രട്ടറി ജയസിംഗ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് സെക്രട്ടറി സുധേഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഏരിയ സെക്രട്ടറി VG. അനിൽ, ബെന്നി തലക്കോട്ടുകര തുടങ്ങിയവർ സംസാരിച്ചു. KC. ഹംസ സ്വാഗതവും മോഹിനി ഷാജൻ നന്ദിയും പറഞ്ഞു. കുന്നംകുളം ചിറ്റഞ്ഞൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ദൈവമാതാവിന്റെ പുകഴ്ച പെരുന്നാൾ ബുധൻ, വ്യാഴം ദിവസങ്ങളിലായി ആഘോഷിക്കും. ബുധനാഴ്ച രാത്രി 7 മണിക്ക് സന്ധ്യാ നമസ്കാരം, ശേഷം പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച എന്നിവ ഉണ്ടാകും. വ്യാഴാഴ്ച രാവിലെ 6:15 പ്രഭാത നമസ്കാരം, 7 മണിക്ക് വിശുദ്ധ കുർബാന, മധ്യസ്ഥ പ്രാർത്ഥന, ധൂപ പ്രാർത്ഥന, പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച വിളമ്പൽ എന്നിവ നടക്കും. ശുശ്രൂഷകൾക്ക് വികാരി പുലിക്കോട്ടിൽ പത്രോസ് കത്തനാർ മുഖ്യ കാർമ്മികനാകും. തലപ്പള്ളി താലൂക്ക് NSS യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുനർനവം ക്യാമ്പ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CR സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ ബോർഡ് അംഗവും യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് P. ഹൃഷികേശ് മുഖ്യാതിഥിയായി. യൂണിയൻ വൈസ് പ്രസിഡന്റ് K. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി S. ശ്രീകുമാർ, V. മുരളി, ശശി കോടങ്കണ്ടത്ത്, ഡോക്ടർ സുപ്രഭ, ചന്ദ്രമോഹൻ കുമ്പളങ്ങാട്, അനൂപ് മണികണ്ഠൻ എന്നിവർ ക്ലാസ് എടുത്തു. വൈകിട്ട് നാമജപം, ക്യാമ്പ് ഫയർ എന്നിവ ഉണ്ടായി. യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ, പ്രതിനിധി അംഗങ്ങൾ, വനിതാ സമാജം അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് കോഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള ലളിത സഹസ്രനാമ ലക്ഷാർച്ചനയും മുറജപവും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി നടത്തി. പരിപാടിയിൽ കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. തുടർന്ന് അന്നദാനവും ഉണ്ടായി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു.
വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട റഖീബ് അണ്ടത്തോട്, സെക്രട്ടറിമാരായ സുലൈഖ അസീസ്, CM ഷെരീഫ്, അസിസ്റ്റന്റ് സെക്രട്ടറി ഷമീറ നാസർ, ജില്ലാ കമ്മിറ്റി അംഗം MA കമറുദ്ദീൻ എന്നിവർക്ക് സ്വീകരണം നൽകി. യോഗത്തിൽ PA ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ, വൈസ് പ്രസിഡന്റ് ഹസീന സലിം, ട്രഷറർ PA ഷഹീദ്, ജോയിന്റ് സെക്രട്ടറി അസീസ് മങ്ങാട് എന്നിവർ സംസാരിച്ചു. 2025 പാർട്ടി ഫണ്ട് കളക്ഷൻ വിജയിപ്പിക്കുന്നതിനായി കുന്നംകുളം മണ്ഡലം ഫണ്ട് കളക്ഷൻ കൺവീനറായി MH റഫീഖിനെ തെരഞ്ഞെടുത്തു. തയ്യൂർ കലാദർശന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുതിരപ്പുര റോഡിന്റെ ഇരുവശങ്ങളിലെയും പുല്ലുകൾ വെട്ടി വൃത്തിയാക്കി. കലാദർശന പ്രസിഡന്റ് സുരേഷ്, സെക്രട്ടറി അതുൽ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിജയൻ, ജയൻ, രവി, ജിഷ്ണു, വിഷ്ണു എന്നിവർ നേതൃത്വം നൽകി. കടവല്ലൂർ സെന്റർ മസ്ജിദുൽ ബദ്രിയ മഹല്ല് കമ്മിറ്റിയും OSF കമ്മിറ്റിയും സംയുക്തമായി 3 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച മജ്ലിസുന്നൂർ വാർഷികം സമാപിച്ചു. മഹല്ല് ഖത്തീബ് സിദ്ദീഖ് ബദരി, അഷ്റഫി സുഹരി, മൊയ്തുണ്ണി മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകി. മുനീർ ഹുദവി വിളയിൽ, അൻവർ മുഹിദ്ദീൻ ഹുദവി ആലുവ 2 ദിവസങ്ങളിലായി പ്രഭാഷണം നടത്തി. സമാപന സദസ്സിൽ സയ്യിദ് ഷാഹുൽ ഹമീദ് ജമലുല്ലയിൽ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് നാസർ VK, സെക്രട്ടറി അയ്യൂബ് PA, ട്രഷറർ കുഞ്ഞുമോൻ, മറ്റു ഭാരവാഹികൾ, ഗൾഫ് കമ്മിറ്റി, OSF പ്രതിനിധികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാവക്കാട് പഞ്ചാരമുക്കിൽ ആളൊഴിഞ്ഞ പറമ്പിൽ ഗൃഹനാഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലുവായ് ചക്കംകണ്ടം സ്വദേശി പൊന്നരാശ്ശേരി വീട്ടിൽ 70 വയസ്സുള്ള രാധാകൃഷ്ണനെയാണ് ആളൊഴിഞ്ഞ പറമ്പിൽ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7070 രൂപ, പവന് 56,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 95 രൂപ. ചരമം കാട്ടകമ്പാൽ റിട്ടയർഡ് വില്ലേജ് ഓഫീസർ അമ്പലനട രാധാകൃഷ്ണ പിഷാരടി നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9 നടക്കും. സാവിത്രി ഭാര്യയാണ്. സുധാ, കൃഷ്ണനുണ്ണി, സിന്ധു, രമേശ് എന്നിവർ മക്കളാണ്. ചൊവ്വന്നൂർ കോമ്പാറ പരേതനായ സാമുവേൽ മകൻ ജെയ്സൺ നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം വി നാഗൽ സെമിത്തേരിയിൽ നടന്നു. റിട്ടയർഡ് അധ്യാപിക റൂബി ഭാര്യയും അഷ്വിൻ സാം, അലക്സ് ജിയോ എന്നിവർ മക്കളുമാണ്. മറ്റം കാട്ടൂക്കാരൻ ലോനപ്പൻ ഭാര്യ എൽസി നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടന്നു. മാത്യൂസ്, ഷൈനി, ഷൈജു, പരേതനായ ബൈജു എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാനവകുലത്തിന്റെ പാപപരിഹാരത്തിനായി യേശുനാഥൻ പിറവിയെടുത്ത ക്രിസ്മസ് ദിനത്തെ വരവേൽക്കാൻ ലോകമൊരുങ്ങി. ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങൾ നടക്കും. നിയമങ്ങളും ചട്ടങ്ങളും കാട്ടി ഉദ്യോഗസ്ഥർ ജനങ്ങളെ ഭയപ്പെടുത്തരുതെന്ന് മന്ത്രി K. രാജൻ പറഞ്ഞു. കരുതലും കൈത്താങ്ങും ചാവക്കാട് താലൂക്ക് തല അദാലത്ത് ഗുരുവായൂർ ടൗൺ ഹാളിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം താലൂക്ക് തല അദാലത്ത് വെള്ളിയാഴ്ച. ചാവക്കാട് മണത്തലയിൽ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ 25 കോഴികൾ ചത്തു. മണത്തല മണികണ്ഠൻ റോഡിൽ കൂർക്കപ്പറമ്പിൽ പ്രസാദിന്റെ വീട്ടിലെ വളർത്തു കോഴികളാണ് ചത്തത്. പുരസ്കാര നിറവിൽ കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ മികച്ച പ്രൈമറി പാലിയേറ്റീവ് യൂണിറ്റിനുള്ള പുരസ്കാരം കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് യൂണിറ്റിന് ലഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.